إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സമാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മയെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവാദിനാഥനും സർവലോകരക്ഷിതാവും കരുണാമയനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമെല്ലാം ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തത്വയോടുകൂടി ജീവിതം നയിക്കണമെന്നും സ്വയം മറക്കാതെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും ജീവിതത്തിൽ സ്വീകരിച്ച് പാപമുക്തമായ ജീവിതം നയിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ, സൗഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതു സന്ദർഭങ്ങളിലും മനസ്സിന് ബലം നൽകുകയും കരുത്ത് പകരുകയും ചെയ്യുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോവുക. അനുകൂലമായതോ ആഗ്രഹിച്ചതോ മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കാറുണ്ട്. വ്യത്യസ്തമായ ഒട്ടേറെ ഘട്ടങ്ങളിലൂടെ നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകും. ഏതു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും ഏതവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സിന് എന്താണോ ആവശ്യമുള്ളത് അത് നൽകുന്നു എന്നതാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വവും പ്രത്യേകതയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 5 കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ ഖുതുബയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെയൊക്കെ ധാരണയിലും കാഴ്ചപ്പാടിലും നമ്മളൊക്കെ വിശ്വാസികളാണ്, മുഅ്മിനുകളാണ്, മുഅ്മിനത്തുകളാണ്. എന്നാൽ
ഏറ്റവും കൃത്യമായി അത് പറയാൻ അതിനേറ്റവും യോഗ്യനായ, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന, ദിവ്യബോധനം ലഭിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് കൃത്യമായി പറഞ്ഞു തരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. ഇതാണ് ഒന്നാമത്തെ കാര്യമായി ആ ഹദീസിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വിശ്വാസികളുടെ കൂട്ടത്തിലെ ശക്തനാണ്, കവിയാണ്, ഏറ്റവും നല്ലവനും അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളവൻ. മിനൽ മുഅ്മിനിൽ ളഈഫ്, ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ശക്തനായ ഒരു വിശ്വാസിയെയാണ്. വഫീ കുല്ലി ഖൈർ, എല്ലാവരിലും ഖൈറുണ്ടാവും. ദുർബലനാണെങ്കിലും ശക്തനാണെങ്കിലും അവരിലൊക്കെ നന്മയുണ്ടാവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശക്തരായ വിശ്വാസികളെയാണ്. ഈ ഹദീസ് പഠന വിധേയമാക്കിയ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട്. അൽ മുഅ്മിനുൽ ഖവി എന്ന് പറഞ്ഞാൽ അത് അവന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. ആരോഗ്യദൃഢഗാത്രനായ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നല്ല. ദുർബലമായ ശരീരമുള്ള ഒരാളെക്കാൾ അല്ലാഹു ഇഷ്ടം അയാളെയാണെന്നല്ല. അൽ മുഅ്മിനുൽ ഖവി എന്ന് പറഞ്ഞാൽ ഈമാൻ കൊണ്ട് ശക്തിയുള്ളവൻ എന്നാണ്. വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിനല്ല ശക്തി ഉണ്ടാവുക, പവർ ഉണ്ടാവുക നമ്മുടെ മനസ്സിനാണ്. ഈമാൻ കൊണ്ട് മനസ്സിന് ശക്തിയുള്ള ഏതു സന്ദർഭങ്ങളിലെയും ഏതു സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ഏതു സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന, ഏതു സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരാളെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന്. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നു വീഴുന്ന ഒരാളെയല്ല, ഒരു പർവ്വതത്തോളം വലിയ പ്രതിസന്ധി കണ്ണിന് മുന്നിൽ വന്നു നിൽക്കുമ്പോഴും മനസ്സിന്റെ ബലം ചോരാത്ത, മനസ്സിന്റെ താളം തെറ്റാത്ത ഒരാളെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന്. നമ്മൾ സാധാരണ വ്യായാമം ചെയ്യാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട്, ശരീരത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ അത് ചെയ്യാറുണ്ട്. അത് ചെയ്യണം, അത് അത്യാവശ്യവുമാണ്. എന്നാൽ മനസ്സിന് കരുത്തുണ്ടാവുന്നത് ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്. അങ്ങനെയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമാണ്. അവരാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു വിശദീകരണം. രണ്ടാമത്തേത്, ഖവി എന്ന് പറഞ്ഞാൽ നല്ല അത്ഭുതകരമായ കഴിവുകളുള്ള, നല്ല സ്കില്ലുള്ള ആളുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം, ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒട്ടേറെ സാധ്യതകളുള്ള മനുഷ്യരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അത്ഭുതകരമായ കഴിവുകൾ തേച്ചു മിനുക്കി ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരാൾ, അവനെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. നമ്മുടെ കഴിവുകൾ എത്രയേറെയാണ് എന്ന് അതൊക്കെ കണ്ടെത്തി ആ കഴിവുകൾ തേച്ചു മിനുക്കി ശക്തിപ്പെടുത്തുന്ന ഒരാൾ. നമുക്ക് പലപ്പോഴും നിരാശയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല, ഞാൻ എന്തു ചെയ്താലും തകരുന്നു, ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, എല്ലാം പരാജയപ്പെടും, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ഇങ്ങനെ എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. സ്വന്തം കഴിവെന്തെന്ന് കണ്ടെത്തുന്ന ഒരാളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. നമുക്ക് വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു 500 ഒരു 1000 സമ്പാദിക്കാൻ മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിനപ്പുറം നമുക്ക് എന്തു ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളിൽ എനിക്കിടപെടാം, എനിക്കെന്തെല്ലാം കഴിവുകളുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന്. ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലെ കേവലം ഒരാളല്ല ഞാനും നിങ്ങളും. ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിലെ ഒരു അത്ഭുതമാണ് ഞാൻ. ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു അത്ഭുതമായി മാറാൻ അതിനുള്ള കഴിവുകളും അതിന് ഏറ്റവും ശക്തമായ രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് എന്നെയും നിങ്ങളെയും
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത്. വലിയ സാധ്യതകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയുമെന്നതാണ്. കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ചുറ്റുപാടിനും ഒക്കെ ഉപകാരങ്ങൾ ചെയ്യുന്ന, നന്മ ചെയ്യുന്ന ഒരാളായി മാറാൻ നമ്മൾ നമ്മുടെ കുടുംബത്തിന് തണലാവും. അപ്പോ അങ്ങനെയുള്ളൊരു മനസ്സുണ്ടാകുമ്പോ, അത് തിരിച്ചറിയുമ്പോ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വലിയ തണലായി മാറും. അതോടെ നാടിന് നമ്മൾ ഉപകാരപ്പെടും, അയൽവാസികൾക്ക് വലിയ സഹായമായി നമ്മൾ മാറും. ഒരു യാത്രയിൽ പോലും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് നമ്മളെ കൊണ്ട് വലിയ ഉപകാരങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ കാണാറുണ്ട് പലപ്പോഴും. പല പ്രയാസങ്ങളും യാത്രകളിൽ പ്രായമേറിയവരും മറ്റുമൊക്കെ രോഗികളും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ആ യാത്രകളിൽ പോലും നമുക്ക് വലിയ സഹായം ആയി മാറാൻ കഴിയും നമ്മുടെ സഹജീവികൾക്കെന്നാണ്. ഇതിനെല്ലാം കഴിയുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ കുടുംബത്തിന് ജീവിക്കാൻ, ഞാനും എന്റെ കുടുംബം വളരെ കുറഞ്ഞ കുടുംബങ്ങളായി, അംഗങ്ങളുള്ള കുടുംബങ്ങളായി, അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കുടുംബത്തിന് ഒരു ദിവസം കഴിയാൻ 10, 500, 1000 കൂടി വന്നാൽ അതേ വേണ്ടിയതുള്ളൂ. അതിനേക്കാൾ കഴിവും സാധ്യതകളും നമുക്കുണ്ട്. ഈ കഴിവുകളെല്ലാം നമുക്ക് നൽകിയത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടിയല്ല സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാനാണ്. ഒരുപാട് നമ്മളൊക്കെ പലപ്പോഴും ഇപ്പോ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ കാലമാണ്. അവരുടെ മുന്നിൽ പോയി ഇരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. വലിയ അത്ഭുതത്തോടു കൂടി നമ്മൾ സാവൂതം ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പകർത്താനും അതൊക്കെ പ്രവർത്തിച്ച് കാണിക്കാനും വിജയം നേടാനും, അതുപോലെ മറ്റൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സ്വീകരിച്ച് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് അമ്മയെ പരാജയപ്പെട്ട് തിരിച്ച് മടങ്ങുന്നവരും ഒക്കെയുണ്ട്. എന്നാൽ അവരെല്ലാം പറയുന്നതും അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ. ഞാനിതൊക്കെ പറഞ്ഞു കഴിയുമ്പോ, ഈ ഹദീസ് വിശദീകരിച്ച് കഴിയുമ്പോ നമ്മളതൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിൽ നിന്ന് വഹീ ലഭിക്കുന്ന പ്രവാചകൻ, എന്നാൽ അന്നേ ദിവസം വരെ എഴുത്തോ വായനയോ വശമാക്കിയിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 48-ാമത്തെ വചനത്തിൽ, വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക്. അല്ലേ, സ്വന്തം നാവ് കൊണ്ട് അന്നേ ദിവസം വരെ ഒന്നും വായിച്ചിട്ടില്ലാത്ത പ്രവാചകൻ, സ്വന്തം കൈകൊണ്ട് ആ ദിവസം വരെ ഒന്നും എഴുതിയിട്ടില്ലാത്ത പ്രവാചകൻ. അങ്ങനെയുള്ള പ്രവാചകനാണ് ഇങ്ങനെ മനുഷ്യരോട് അത്ഭുതകരമായ രീതിയിൽ സംസാരിക്കുന്നത്. അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആയുസ് അത് വലിയ സമയത്തിന്റെ കൂട്ടമാണ് സഹോദരങ്ങളെ, അത് വിലപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ഓരോ പ്രായവും എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമുക്ക് എന്താണ് സാധാരണയായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ടാവുക? നമ്മുടെ കുടുംബത്തെ പോറ്റി എന്നാണ് നമുക്ക് പറയാനുള്ള ഉത്തരമെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. ഒരിക്കലും അതിനെ നമുക്ക് കുറച്ചു കാണാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ കുടുംബത്തെ പോറ്റി ഈ ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ ഈ 40 വർഷം, 50 വർഷം, 60 വർഷം കൂടി വന്നാൽ നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരു പ്രായം കണക്ക് കൂട്ടിക്കോ, 70, 75, 80 വയസ്സ് വരെയൊക്കെ കൂട്ടിക്കോ. ആ സമയം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്റെ കുടുംബത്തെ പോറ്റാൻ ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മളെ പോലെ സംസാരിക്കാനുള്ള ഒരു കഴിവ് മറ്റു ജീവികൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ അവരോട് ചോദിക്കുകയാണ്, ഒരു കാക്കയോടോ ഒരു കോഴിയോടോ ഒരു കൊച്ചു കുരുവിയോടോ ചോദിച്ചാൽ അവർക്കും പറയാനുണ്ടാവും, എന്റെ ഈ ആയുസ് ഞാൻ എന്റെ കുടുംബത്തെ പോറ്റിയെന്ന്. അല്ലെ, 40, 50, 60 കൊല്ലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാനുള്ള സാധ്യതകൾ നൽകി. വലിയ ബന്ധങ്ങളും അനുഗ്രഹങ്ങളും കഴിവുകളും എല്ലാം നമുക്കുണ്ടായിട്ടുണ്ട്. ഇത്രയും വർഷം കൊണ്ട് നീ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഞാൻ എന്റെ കുടുംബത്തെ പോറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമോ നിസ്സാരമായ വിഷയമോ അനിവാര്യമല്ലാത്ത ഒരു കാര്യം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചിലവഴിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള, അതാണ് സ്വതക്കയിൽ വലിയ സ്വതക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ ഉപജീവനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, മഹത്തരമാണ്, വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്, ഒരു സംശയവും അതിലില്ല. പക്ഷേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവ് ഒരു കുടുംബം പോറ്റാൻ മാത്രമുള്ളതല്ല. 50 വയസ്സായ ഒരാളുടെ ജീവിതം കുടുംബം പോറ്റി എന്നതിൽ
പരിമിതപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കഴിവുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായി മാറണം. ഉപകാരമില്ലാത്ത വിധം നമ്മുടെ ഒരു രൂപയോ അല്ലെ, നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെന്റിന്റെ കാലമാണിപ്പോ. വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എന്തിനു വേണ്ടിയിട്ട്? നല്ല പ്രോഫിറ്റ് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ എന്ത് കാര്യങ്ങളായാലും നമ്മൾ പണമാണ് സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഉപകാരമില്ലാത്ത വിധം നമ്മുടെ ഒരു രൂപയോ നമ്മുടെ ഒരു മിനിറ്റോ നമുക്ക് അല്ലാഹു നൽകിയ ബുദ്ധിയോ ശാരീരിക ക്ഷമതയോ നമ്മുടെ ആരോഗ്യമോ ഒന്നും തന്നെ ഉപകാരമില്ലാത്ത രീതിയിലാണോ ചിലവഴിക്കപ്പെടുന്നത് എന്ന് നാം ഉറപ്പുവരുത്തണമെന്നാണ്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇത് മാത്രം ഗൂഗിൾ ചെയ്താൽ നമുക്ക് 100 കണക്കിന് ആർട്ടിക്കിളുകൾ നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ലോകം ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധികളായിട്ടാണ് ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ അതിന് വിശദീകരിക്കുന്നത്. അല്ലേ, അഡിക്റ്റായി പോവുക എന്നാണ്. യൂട്യൂബിന് അഡിക്റ്റായി പോവുക, അതുപോലെ ഫേസ്ബുക്കിന് നമ്മൾ അഡിക്റ്റായി പോവുക. അഡിക്റ്റായി പോവുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അതിലെല്ലാം അങ്ങോട്ട് കുടുങ്ങി പോവുക, അല്ലെ, കെട്ടിക്കിടക്കുക. അതിൽ ആയിരക്കണക്കിന് ആളുകൾ എഴുതിയ ലേഖനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രയാണ് സഹോദരങ്ങളെ. അങ്ങനെയുള്ള ഒരു പ്രത്യേക തരം രോഗം ബാധിച്ച, ഒരു പ്രത്യേക തരം മനോരോഗം ബാധിച്ച ആളുകളെ നമുക്ക് ചുറ്റിലും കാണാം. ചുറ്റിലേക്ക് നോക്കേണ്ട സ്വന്തത്തിലേക്ക് ഞാനും നിങ്ങളും നോക്കിയാൽ പോലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ, വ്യർത്ഥമായ ചില കാര്യങ്ങൾക്കൊക്കെ, ഇല്ലേ, ഇതൊക്കെ നമുക്ക് വേണം, നമുക്ക് ആവശ്യമാണ്. അതിന് സമയമുണ്ടാവണം. അതിലും നമ്മുടെ വിശ്വാസവും ഈമാനും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഇൻഫർമേഷൻ ഹൈവേ എന്നാണ് പറയുക, അല്ലെ. നിങ്ങൾ വഴിയിൽ ഇരിക്കുമ്പോൾ വഴിക്കുള്ള അവകാശം കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഇൻഫർമേഷൻ ഹൈവേ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആ വഴിയിൽ അങ്ങോട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, അല്ലേ, വഴിയുടെ അവകാശമാണ് നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കണം. അബുൽ ബസർ, അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയണം. ആ വഴിയിൽ നിങ്ങൾക്ക് സത്യസന്ധമായി നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതും ഒരു വഴിയാണ് സഹോദരങ്ങളെ. ആ വഴിയിൽ ഇരുന്നു കൊണ്ട് സത്യസന്ധമായി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമുക്കൊക്കെ എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, ഇല്ലേ, ഹൈറായ കാര്യങ്ങൾ, നമ്മുടെ ഇഹലോകവും പരലോകവും വെളിച്ചം നൽകുന്ന, ആ ഇരുട്ടിൽ നിന്ന് നമ്മെ മാറ്റിത്തരുന്ന ഏറ്റവും ഉന്നതമായ ആ സൽപന്ഥാവിലേക്ക് നമ്മളെ വഴി നയിക്കുന്ന ആ മേഖലകളൊക്കെ അതിലുണ്ട്. ആ രൂപത്തിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നാളെ മരണാനന്തര ജീവിതത്തിൽ, ഇന്ന് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോഴും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം പ്രതിഫലമാണ് റബ്ബിന്റെ അടുത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ കഴിയുന്ന അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കപ്പെട്ടതല്ല എന്റെ അനുഗ്രഹീതമായ ജീവിതം, ആയുസ്സെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സമയം, 40 മുതൽ 50 വയസ്സ് വരെയുള്ള 10 വർഷക്കാലം സോഷ്യൽ മീഡിയ, FB കൊണ്ടുപോയി, ഫേസ്ബുക്ക് കൊണ്ടുപോയി, വാട്സാപ്പ് കൊണ്ടുപോയി, ട്വിറ്റർ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇൻസ്റ്റ കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒരു ഗതികേട് നമുക്ക് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് മാറ്റി തീർക്കാൻ കഴിയണമെന്ന്. അടുത്തത് ആ ഹദീസിന്റെ ഭാഗം, സമയം ചെലവഴിക്കുമ്പോൾ, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ, ആരോഗ്യം ചെലവഴിക്കുമ്പോൾ അതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണമെന്നാണ്. നമുക്ക് നല്ല പ്ലാനിംഗ് ഉണ്ട്, നന്നായി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തഈൻ ബില്ലാഹ്, റബ്ബിനോട് നിങ്ങൾ സഹായം ചോദിക്കണം. അല്ലാഹുവേ, ഞാനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്, റബ്ബേ നീ എന്നെ സഹായിക്കണമേ. എത്ര ചെറിയ കാര്യമായാലും നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കുവാൻ വേണ്ടി, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ആ വിജയത്തിലേക്കുള്ള ആ വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ പോലും അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. ഞാൻ നല്ലൊരു ലക്ഷ്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ്, റബ്ബേ, പടച്ച റബ്ബേ നീ എന്നെ സഹായിക്കണം, അല്ലാഹുവേ നീ എന്റെ കൂടെ ഉണ്ടാവണേ എന്ന് സദാ ചോദിച്ചു കൊണ്ടിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമ്മളെ. നമ്മൾ സാധാരണ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അങ്ങനെയാണ് നമ്മൾ സാധാരണ അള്ളാഹുവിനോട് സഹായം ചോദിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല, എത്ര ചെറിയ കാര്യമായാലും
അള്ളാഹുവിനോട് സദാ സഹായം ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. ഈ 3 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4-മതായി വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തഅജസ്, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരും, നിങ്ങളവിടെ ഒരിക്കലും ദുർബലപ്പെട്ടു പോകാൻ പാടില്ല. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ. നിങ്ങൾ അവിടെ ഒരു രീതിയിലും ശക്തി ക്ഷയിച്ചു പോകാൻ പാടില്ല, തകർന്നു പോകാൻ പാടില്ല. എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങൾ നേരിടേണ്ടി വന്നാലും, ഒരു ഉത്തരവും കാണാൻ കഴിയാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധികൾ നമുക്ക് വന്നു ചേരും സഹോദരങ്ങളെ. സ്വാഭാവികമാണ്, സുഖദുഃഖ സമ്മിശ്രമാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം, ഇല്ലേ? സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നത് എന്നാണ്? നമ്മളുടെ വലതുകാൽ സ്വർഗത്തിലേക്ക് എടുത്തു വെക്കുന്ന അന്നത്തെ ദിവസം. അവിടെയാണ് നമുക്ക് സമാധാനത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. എത്ര വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, നേരിടേണ്ടി വന്നാലും, ഒരു ഉത്തരവും കാണാൻ കഴിയാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു പക്ഷേ അത് വലിയ മാരകമായ മരണകാരണമായേക്കാവുന്ന ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ വന്നു ചേരാം. മരണത്തിന്റെ രൂപത്തിൽ വരാം. പ്രിയപ്പെട്ടവരുടെ വിയോഗം, വിരഹം എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ്. ഭർത്താവിന് ഭാര്യയ്ക്കും, ഭാര്യയ്ക്ക് ഭർത്താവും, മക്കൾക്ക് മാതാപിതാക്കളും, മാതാപിതാക്കൾക്ക് മക്കളും, പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോ വർഷങ്ങളോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോ മാസങ്ങളോളം ലോകത്തിന്റെ പ്രവാചകന്റെ ചുണ്ടിൽ ചിരി ഉണ്ടായിരുന്നില്ല, സങ്കടമായിരുന്നു ആ മുഖത്തെപ്പോഴും. മാനസികമായിട്ടുണ്ടാവുന്ന സംഭവങ്ങളാണ്. മരണത്തിന്റെ രൂപത്തിൽ വരാം, കടബാധ്യതകളുടെ രൂപത്തിൽ വരും, സാമ്പത്തിക തകർച്ചയായിട്ട് വരും, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും പല രീതിയിലും, പഠിക്കാനൊക്കെ പോയ മക്കളൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് അവർക്കുള്ള ലോഡ്, പഠിക്കുവാനുള്ള അത്രയും വലിയ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. വലിയ സ്ട്രെസ്സും സ്ട്രഗിളും പ്രയാസങ്ങളും എല്ലാം അവർക്കുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും, അതുണ്ടാവില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ആർത്തലയ്ക്കുന്ന തിരമാലകൾ കണക്കെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നമ്മിലേക്ക് വന്നെത്തിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന എന്താ? വലാ തഅജസ്, നിങ്ങൾ തകർന്നു പോകാൻ പാടില്ല, തളർന്നു പോകാൻ പാടില്ല. വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലും അന്തരീക്ഷത്തിലും ചുറ്റുപാടിലും ആഹ്ലാദത്തിലും ജീവിതത്തിന്റെ ആഘോഷത്തിലുമാണ് ഇപ്പോൾ നമ്മൾ ഉള്ളതെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ, തൊട്ടടുത്ത സെക്കൻഡിൽ അത് മാറിയാൽ, ഒരു വലിയ പരീക്ഷണത്തിന് മുന്നിൽ വന്നു നിൽക്കേണ്ടി വന്നാൽ, അപ്രതീക്ഷിതമായത് മക്കളിലോ കുടുംബങ്ങളിലോ ഇണകളിലോ സംഭവിച്ചാൽ അശക്തരാവാൻ പാടില്ല. സത്യവിശ്വാസിയാണെങ്കിലും ഈമാൻ ഉണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്താലും സദാ പ്രാർത്ഥനയിൽ മുഴുകിയാലും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവാം സഹോദരങ്ങളെ. തകർച്ചകളെ നേരിടേണ്ടി വന്നേക്കാം, പരാജയങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ, ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നുവെന്ന് വരില്ല. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് ജീവിതം പാടെ പറിച്ചു നട്ടേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. മരണമല്ലാതെ എന്റെ മുന്നിൽ എന്തുണ്ട് മാർഗം എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് തുരുതുരാ കടന്നു വന്നേക്കാം, നമ്മളിലും നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സംഘടനാ ബന്ധുക്കൾ, അങ്ങനെയൊക്കെ പലരുമായി സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനെ കീറി മുറിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മൾ തളർന്നു പോകുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ അവരൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. എങ്ങനെ ഒരു ഉമ്മയെ കൊണ്ട്, ഒരു ഉപ്പയെ കൊണ്ട് ഇതൊക്കെ താങ്ങാൻ കഴിയുമെന്ന് ചോദിച്ചു പോകുന്ന രൂപത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പോലും നിങ്ങൾ തളർന്നു പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല, നിങ്ങൾ ദുർബലപ്പെട്ടു പോകാൻ പാടില്ല, നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. തളർന്നു പോകരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ശക്തരായി ഇത്തരം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നിങ്ങൾ നേരിടണമെന്ന് പറയാൻ കാരണം എന്താണ്? മുഅ്മിൻ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്, അല്ലാഹുവിൽ പൂർണ്ണമായി സമർപ്പിച്ചവരാണ്, ഈമാൻ കൊണ്ട് ശക്തരായവരാണ് നമ്മൾ, ആ നിർഭയത്വം നേടിയവരാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാത്തിനെയും നേരിടാൻ നമുക്ക് കഴിയണം. എനിക്കെന്താണ് ഇങ്ങനെ? എനിക്ക് മേൽ എന്നും പരീക്ഷണങ്ങളാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരാജയപ്പെടുന്നത്? ഞാൻ പിന്നെയും പരീക്ഷിക്കപ്പെടുകയാണല്ലോ. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് ചെയ്താലും
രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഇങ്ങനെ നിരന്തരം പ്രശ്നത്തിലേക്ക് ചെന്നെത്തി തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം സംഭവിക്കാം ജീവിതത്തിൽ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉമ്മാക്കാണ് എന്നോട് ഏറ്റവും ഇഷ്ടം എന്ന് നമ്മൾ പലരും പറയും. നമ്മുടെ ഉപ്പാക്കാണ് നമ്മളോട് ഏറ്റവും ഇഷ്ടമെന്ന് നമ്മൾ പറയും. ഭാര്യയ്ക്ക് ഭർത്താവിനോടാണ്, ഭർത്താവിന് ഭാര്യയോടാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ആർക്ക് നമ്മൾ ഇഷ്ടമുണ്ടോ അതിനേക്കാളെല്ലാം എത്രയോ ഇരട്ടി നമ്മളോട് ഏറെ സ്നേഹം കാണിക്കുന്ന ഇഷ്ടമുള്ള ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് നമ്മളോട് ഏറ്റവും ഇഷ്ടം എന്ന ചോദ്യത്തിന് അതിൽ രണ്ടാമതൊരു അഭിപ്രായം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരാണ്. എല്ലാത്തിനും മുകളിൽ അള്ളാഹുവാണ് നമുക്കെല്ലാം. രണ്ടാമത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. നമ്മുടെ ജീവിതത്തെക്കാൾ നമുക്ക് അള്ളാഹു നൽകിയ എല്ലാത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രവാചകനെയാണ്. അപ്പോ ആ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്, നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്, തിരിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ, ആ പ്രവാചകനാണ് നമ്മളോട് ഏറ്റവും ഇഷ്ടം. തിരിച്ച് നമ്മളും അങ്ങോട്ട് അങ്ങനെ തന്നെ. എന്നാൽ തിരിച്ച് അതിനേക്കാൾ ഏറെ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ആ റസൂലാണ് നമ്മളോട് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ തളരാൻ പാടില്ല എന്ന്. എന്ത് പ്രതിസന്ധികൾ, വലിയ പ്രയാസങ്ങൾ മുന്നിൽ വന്നു പെട്ടാലും അള്ളാഹുവിന് ആ നിമിഷത്തെ മാറ്റിമറിക്കാൻ ഒരു സെക്കൻഡ് നേരം മതി എന്ന വിശ്വാസം നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വേരൂന്നി അത് പടർന്നു കയറേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട് ശക്തി നേടുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ, സൗഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. ഒരിക്കൽ കൂടി റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തത്വയോടുകൂടി ജീവിതം നയിക്കണമേ എന്ന് സ്വയം മറക്കാതെ സഹോദരങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അഞ്ചാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ വലാകിൻ കുൻ ഖദറുല്ലാഹ് ഖുൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്വാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പറയുകയേ ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക്, അതായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായാൽ, നമ്മളെ നേരിടേണ്ടി വന്നാൽ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഖദറുല്ലാഹ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നം നേരിടുമ്പോൾ സംഭവിക്കാം പലതും, ഇല്ലേ? പല മക്കളെ കുറിച്ചൊക്കെ സാധാരണ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ മനസ്സ് പ്രയാസപ്പെടുന്നത് അവരുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും. മക്കളെ കൊണ്ടുള്ള വലിയ പരീക്ഷണങ്ങൾ ചേർത്ത് നിർത്തി, ആൾക്കൂട്ടത്തിന്റെ തിരക്കിൽ നിന്ന് നമ്മൾ ഒരാളെ ചേർത്ത് നിർത്തി ഇങ്ങനെ തോളിൽ കൈവച്ചുകൊണ്ട്, എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത്, നിന്റെ മനസ്സെന്താണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളായ ആളുകൾക്ക് നമ്മളോട് പങ്കുവെക്കാനുണ്ടാവുക അവരുടെ മക്കളെ കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കും. അവർ പ്രതീക്ഷിച്ചതിനൊത്ത് ആ മക്കൾ വളരാത്ത പ്രശ്നം, എത്താത്ത പ്രശ്നം ഉണ്ടാകാം ചില ആളുകൾക്ക്. ചില മക്കളുടെ കാര്യത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ എന്ന പ്രയാസം ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലും, അതുപോലെ വലിയ പ്രതിസന്ധികളിൽപ്പെട്ട് ചില അഡിക്ഷനുകളിലും, അതുപോലെ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എത്തിപ്പെട്ടതിന് ശേഷം
ഒരു ധാർമ്മികമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബത്തിൽ നിന്ന് പോലും എത്തിപ്പെട്ടിട്ട് എല്ലാം മാറി മറിഞ്ഞ് തലതിരിഞ്ഞു പോകുന്ന, മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അശ്ലീലതകളും അതുപോലെ ആ രൂപത്തിലുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ച് തകർന്ന് തരിപ്പണമാവുന്ന രൂപത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്ന മക്കളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള മക്കളെ കുറിച്ച് പറയുമ്പോൾ വലിയ പരീക്ഷണങ്ങളായി, നമ്മളോട് വലിയ വേദനകളായി നമ്മളോടൊക്കെ പലരും പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രശ്നം, ഒരു പ്രയാസം സംഭവിച്ചാൽ, അതല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ 10-15 വയസ്സൊക്കെയുള്ള മക്കൾ മരണപ്പെട്ടു പോകും. അതൊക്കെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്രയും വേദനയാണ് ഉണ്ടാക്കുക. അപ്പോ അയാൾ പറയുകയാണ്, അവൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, അവന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് വണ്ടിയും എടുത്ത് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അവൻ സ്പീഡ് കൂട്ടി യാത്ര ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ചികിത്സിച്ചിട്ടില്ല എന്ന പ്രശ്നം കൊണ്ടാണോ പല രോഗങ്ങളും പല മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും സംഭവിക്കുമ്പോൾ അതങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിച്ചെന്ന് മാത്രം. നിങ്ങൾ അതുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതൊന്നും അങ്ങനെ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. അവിടെ നിങ്ങൾ പറയേണ്ടത്, അങ്ങനെ ഏതെങ്കിലും വലിയ പരീക്ഷണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ പറയേണ്ടത് ഖദറുല്ലാ അല്ലെങ്കിൽ ഖദ്ദറല്ലാ എന്ന് നിങ്ങൾ പറയണം. ഇതെന്റെ റബ്ബിന്റെ വിധിയാണ്, അതിൽ ഒരു ഖൈറുണ്ടാവും എന്ന് സമാധാനിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് പറയാൻ കഴിയും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും മാത്രമാണ് നമ്മളുടെയൊക്കെ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഏറ്റവും ഉന്നതമായ വിജയം നമുക്കൊക്കെ നേടിത്തരിക എന്ന യാഥാർത്ഥ്യം നമ്മൾ ആത്മാർത്ഥമായി തിരിച്ചറിഞ്ഞ് ഖുർആൻ നെഞ്ചോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ നിസ്സാരമായി കാണുകയും അതിനെ തരണം ചെയ്യുകയും അള്ളാഹുവിന്റെ അടുത്ത് നാളെ മഹത്തായ പ്രതിഫലങ്ങൾക്ക് ഉടമകളായി തീരാനും കഴിയും. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന, അവന്റെ പ്രവാചകന്റെ ചര്യ അനുവർത്തിച്ച് ജീവിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം ബാധിച്ചിരിക്കുന്ന, കിടക്കുന്ന, നടക്കുന്ന, പ്രയാസപ്പെടുന്ന, വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രായമേറിയ നമ്മുടെ ബന്ധുക്കൾ, ഉപ്പമാർ, ഉമ്മമാർ, വല്യപ്പമാർ, അതുപോലെ രോഗബാധിതരായ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കഴിയുന്ന ഏറെ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി സമാധാനിപ്പിക്കുമാറാവട്ടെ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാവട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, വ്യക്തികളുണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, അതുപോലെ പല ബിസിനസ്സുകളിലും ഏർപ്പെട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ക്രൈസിസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ കൃത്യമായ ഹലാലായ പോംവഴി കാണിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമുക്ക് പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. അവരുടെ എല്ലാം ഖബറിടം റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുകയും അവരുടെയും നമ്മളുടെയും ഒക്കെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اهدنا للكتاب والسنه واعمتنا مع الايمان والتوبه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والحمد لله رب العالمين. أقم الصلاة.